പാവിത്രത്തിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും മധുവും ചേർന്ന് വേദയെ അപകടത്തിലാക്കാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഗ്രാമത്തിലൊരു സംഘർഷം നടക്കുന്നു. വേദയ്ക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോവേണ്ടതായി വരുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വഴിയിൽ വെച്ച് സുഡറിനെ കാണുന്നത്. റോഡരികിൽ നിൽക്കുന്ന സുഡറിനെ കണ്ട് പെട്ടെന്ന് തന്നെ വേദയും കപിലനും വണ്ടിയിൽ നിന്നിറങ്ങി സുഡറിൻ്റെ അടുത്തെത്തുന്നുണ്ട്. സുഡറിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് വേദ ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഡർ പറയുന്നുണ്ട്, വേദ വഴക്ക് പറയരുത്, ഞാൻ സിംബയോടൊപ്പം വന്നതാണ്. സിംബ ഐസ്ക്രീം വാങ്ങിക്കാനായി ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുവാണ്. വേദ പറയുന്നുണ്ട്, നിന്നോട് ആര് പറഞ്ഞു അവനോടൊപ്പം ഇങ്ങോട്ടേക്ക് വരാൻ? നിന്നെ ഞാൻ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് വന്നതല്ലേ. എങ്ങനെയാണ് ഞാൻ ഇനി വിജി ചേച്ചിയെ വിശ്വസിക്കുന്നത്? നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സുഡറിനെ വലിച്ച് വേദ വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ സുഡറിനെയും കൊണ്ട് വേദയ്ക്ക് സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് പോവേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് സുഡറിനോട് വേദ പറയുന്നുണ്ട്, മോളെ നീ വാഹനത്തിൽ നിന്നും ഇറങ്ങരുത്, നീ സേഫായിട്ട് ഇരിക്കണമെങ്കിൽ ഈ വണ്ടിയിൽ തന്നെ ഇരിക്കണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോൾ സുഡർ സമ്മതിക്കുന്നില്ല. എനിക്ക് പേടിയാണ് വേദയെ വണ്ടിയിൽ തനിച്ചിരിക്കാൻ, ഞാൻ വേദയോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദയോടൊപ്പം മോള് അങ്ങ് സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വേദ മൈക്ക് വാങ്ങി എല്ലാവരോടുമായി പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാം, ആരും സംഘർഷഭരിതരാവരുത് എന്ന് പറഞ്ഞ് എല്ലാവരെയും വേണ്ടി നോക്കുന്നുണ്ട് വേദ. പക്ഷേ ആരും അടങ്ങിയിരിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മധുവും നമ്മുടെ കൺമണിയും ഗുണ്ടകളുമെല്ലാം മറഞ്ഞിരിക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. എന്നാൽ വേദ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പോലീസുകാരുമായി അടിയുണ്ടാകുന്നു. അതിനിടയിൽ വേദയും മോളെയും പിടിച്ച് തള്ളുന്നുണ്ട്. അതിനടുത്തേക്ക് മോളെ വെട്ടാനായി ഒരു ഗുണ്ട വരുന്നുണ്ട്. ആ ഗുണ്ട മോളെ വെട്ടാനായി വാൾ ഓങ്ങുമ്പോഴേക്കും അത് മധു വന്ന് തടുക്കുന്നുണ്ട്. എല്ലാം ഇവരുടെ പ്ലാനാണ്. മധു തടുക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ചെറുതായി കയ്യിൽ ഒരു മുറിവാകുന്നുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്. എന്നാൽ വേദ ഇത് കാണുന്നുണ്ട്. വേദ പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുന്നുണ്ട്. മോളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് മോളെ വാരിയെടുക്കുകയാണ്. അപ്പോഴേക്കും കപിലൻ വരുന്നുണ്ട്. അങ്ങനെ മോളെയും കൊണ്ട് കാറിലേക്ക് ഓടുന്ന സമയത്ത് പെട്ടെന്ന് വേദ തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴാണ് മധു തൻ്റെ കയ്യിൽ നിന്നും വരുന്ന രക്തം മറച്ചു പിടിക്കാൻ വേണ്ടി വളരെ ശ്രമിക്കുകയാണ്. എന്നാൽ രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോഴാണ് വേദ പറയുന്നത്, കപിലൻ അവരെ കൂടി വണ്ടിയിലേക്ക് കയറ്റൂ, മോളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവരുടെ കയ്യിലൊരു മുറിവായിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് മധുവിനെയും കയറ്റിക്കൊണ്ട് വേദ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയം വിക്രം കൈ ഒടിഞ്ഞ് കൊണ്ട് തന്നെ വീട്ടിലിരിക്കുകയാണ്. എല്ലാവരും നാലുപുറം നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൺമണി ടെൻഷൻ അടിച്ചുകൊണ്ട് കയറി വരികയാണ്. വിക്രമിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കൺമണി ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം പറ്റിയത്? ഞാൻ കുറച്ച് സമയത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് ഞാൻ സുഡർമോളയും കൊണ്ട് ഒന്ന് പുറത്തു പോയതായിരുന്നു. അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റോഡ് മുറിച്ച് ഓപ്പോസിറ്റ് സൈഡിലെ ഒരു ഷോപ്പിൽ കയറി ഐസ്ക്രീം മേടിച്ച് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു വണ്ടി വന്ന് എന്നെ ഇടിച്ചത്. ഞാൻ വണ്ടി വരുന്നത് കണ്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിന് ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഞാൻ പ്ലാസ്റ്റർ ഇട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല എന്താ രാജേട്ടാ, മോളെ കുറിച്ച് വല്ല വിവരം അറിഞ്ഞോ? മോളെ അവിടെ റോഡിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ പോയത്. പിന്നീട് മോളെക്കുറിച്ച് എനിക്കൊരു വിവരവും ഇല്ല, എൻ്റെ ഫോണും കാണുന്നില്ല. മോള് സേഫായി വീട്ടിലെത്തിയോന്ന് ചോദിക്കുകയാണ്. വിക്രം, നിൻ്റെ മൊബൈൽ ഇതാ, പിന്നെ മോള് സേഫായി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് രാജേട്ടൻ പറയുന്നു. തൻ്റെ കയ്യിലുള്ള മൊബൈൽ വിക്രമിന് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അനിയൻകുട്ടി ഓടി വരുന്നുണ്ട്. വിക്രം, നീ അറിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആകെ ടെൻഷനായിക്കൊണ്ട് അനിയൻകുട്ടൻ ഓടി വരുന്നത്. എന്താ കാര്യമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഉടൻ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അത് വിക്രമേട്ടാ, ഗ്രാമത്തിലൊരു പ്രശ്നം നടന്നിട്ടുണ്ട്, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വേദ ചേച്ചി പോയതാണ്. പക്ഷേ അവിടെ വെച്ച് വേദ ചേച്ചിയെയും നമ്മുടെ സുഡർമോളെയും കൊല്ലാനായി ശ്രമിച്ചു. ഇത് കേട്ട് വിക്രം ഞെട്ടുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? അതെ വിക്രമേട്ടാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ആരാണ് ആക്രമിച്ചതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സുഡർമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അതെനിക്ക് അറിയില്ല, ഞാൻ ഈ വിവരം ഇപ്പോഴാണ് അറിഞ്ഞത്.
നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് രാജേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. ഇത് കേട്ട് കൺമണിക്ക് സഹിക്കുന്നില്ല. കൺമണി പറയുന്നുണ്ട്, എന്താ വിക്രം നീ പറയുന്നത്? നിന്റെ കയ്യിന് സുഖമില്ലാതിരിക്കുകയല്ലേ? ഈ ഫ്രാക്ചർ വെച്ചുകൊണ്ട് നീ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ എൻ്റെ കാര്യങ്ങളിൽ തലയിടരുതെന്ന്, മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. കൺമണിയുടെ ആളുകളാണ് വേദയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് കൺമണിയുടെ അച്ഛന് മനസ്സിലായിട്ടുണ്ട്. കൺമണിയുടെ അച്ഛൻ കൺമണിയെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. അപ്പോൾ കൺമണി പുഞ്ചിരിക്കുന്നുണ്ട്. വേദ മോളെ തോളിൽ കിടത്തി ടെൻഷനായി കയറി വരുന്നത് കണ്ട് വിജി ഓടി ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി മോൾക്ക്? മോള് കുഴഞ്ഞു വീണു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, എന്താ മോൾക്ക് പിന്നെയും പനി കൂടിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇതൊന്നും മോളുടെ കുഴപ്പമല്ല, ചേച്ചിയുടെയും വിക്രമിൻ്റെയും കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോളെയും കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് വേദ. മോളെ റൂമിൽ കിടത്തി ഹാളിലേക്ക് വരുന്നുണ്ട്. വീണ്ടും വിജി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ? എന്താ മോൾക്ക് സംഭവിച്ചത്? നീ ഒന്ന് തുറന്നു പറ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് ഒരു പ്രശ്നമുണ്ടായി എവിടെ വെച്ച്. അതിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ആ വില്ലേജിലെ ഒരു സ്ത്രീയാണ്. ദാ ഇങ്ങോട്ടേക്ക് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്തു നിന്നും ക്ഷണിക്കുകയാണ് വേദ അകത്തേക്ക്. എന്നാൽ പാവം വേദയ്ക്ക് അറിയില്ല, ഇത് ആ വില്ലേജിലെ ഒരു സ്ത്രീയല്ല, ഇത് മധു എന്ന് പറയുന്ന ആ സ്ത്രീ വേഷം മാറി വന്നിരിക്കുകയാണെന്ന്. മധു വലിയൊരു ക്രിമിനലാണ്. വേദയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നിരിക്കുന്നത്. തൻ്റെ ഭർത്താവിനെ കൊന്നതിലുള്ള ദേഷ്യമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ വേദയെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ മധുവിനുള്ളൂ. എന്നാൽ വേദയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്നാണ് വേദ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മുടെ വിജി അവരെ കണ്ടതും പറയുന്നുണ്ട്, മധു ഞങ്ങൾ ഒരുപാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പൊന്നു മോളാണ്, അവളുടെ ജീവൻ നിങ്ങൾ രക്ഷിച്ചല്ലോ, നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദ പറയുന്നുണ്ട്, ചേച്ചി അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് വിജി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ? വരുന്ന വഴിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചതാണ് ചേച്ചി, കുഴപ്പമൊന്നുമില്ല, ഇവർക്കും കുഴപ്പമില്ല, ചേച്ചി ടെൻഷനാവുമൊന്നും വേണ്ട എന്ന് വേദ പറയുന്നുണ്ട്. ഇതേ സമയം വിക്രം വളരെ ടെൻഷനോട് കൂടി സുഡർ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ടെൻഷനാണ് വിക്രമിന്. സുഡർ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് പുറത്തു നിന്നും കയറി വരുന്നത്. പെട്ടെന്ന് സെക്യൂരിറ്റിക്കാർ തടയുന്നുണ്ട് വിക്രമിനെ. അകത്തേക്ക് പോകാൻ പാടില്ല, പെർമിഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. പ്ലീസ് സാർ, എനിക്ക് സുഡർ മോളെ കാണണമെന്ന് പറഞ്ഞ് വിക്രം വീണ്ടും അകത്തേക്ക് അവരിൽ നിന്നും കുതിറിമാറിക്കൊണ്ട് വിക്രം ഓടി ചെല്ലുകയാണ്. അപ്പോൾ ഉമ്മറത്ത് വെച്ച് കപിലൻ വിക്രമിനെ തടയുകയാണ്. നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത്? ആര് പറഞ്ഞു നിന്നോട് അകത്ത് കയറാനെന്ന് ചോദിക്കുകയാണ്. ഉടനെ വിക്രം പറയുന്നുണ്ട്, സാർ പ്ലീസ് സാർ, എനിക്ക് സുഡർ മോളെ ഒന്ന് കാണണം, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമെന്ന് പറയുന്നു. അപ്പോൾ പിറകെ തന്നെ വേദ വരുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അറിയില്ല അല്ലേ? അവൾക്ക് സംഭവിച്ചതിനുള്ള എല്ലാം കാരണക്കാരൻ നീയാണ്, നീ മാത്രമാണ്. ഇത് കേട്ട് വിക്രമിനാകെ വിഷമാവുകയാണ്. വിക്രം പറയുന്നുണ്ട്, സോറി വേദ, എൻ്റെ തെറ്റ് തന്നെയാണ്. മോൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ കൂട്ടി പുറത്തൊന്ന് പോയി, അത് ശരി തന്നെയാണ്. സോറി വേദ, മോൾക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് വിക്രം. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, അവൾക്കൊരു കുഴപ്പവുമില്ല, പ്ലീസ് വേദ, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് വിക്രം പറയുന്നുണ്ട്. ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരികയാണ്. വേദം പറയുന്നുണ്ട്, എൻ്റെ മോളെ കാണാൻ പറ്റില്ല, നീ എന്തിനാ അവളെ കാണുന്നത്? നീ അവൾക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം മതിയായി, നീ കാരണമാണ് അവൾക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് രക്ഷിച്ചതുകൊണ്ട് എൻ്റെ മോൾ രക്ഷപ്പെട്ടു. ഇനി ഒരിക്കലും നീ ഈ ഉമ്മറത്തേക്ക് വരരുത്, എൻ്റെ മോളുടെ മുഖം കാണാൻ ശ്രമിക്കുകയും ചെയ്യരുത്, ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്നും എന്ന് പറയുന്നുണ്ട് വേദ. പ്ലീസ് വേദ, എനിക്ക് ഒരേ ഒരു തവണ മോളെ ഒന്ന് കാണണമെന്നുണ്ട്, ഒന്ന് കാണിച്ചതാ എന്നിങ്ങനെ കെഞ്ചുന്നുണ്ട് വിക്രം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇല്ല, നിനക്ക് ഇനി മോളെ ഞാൻ കാണിച്ചു തരത്തില്ല. കപിലൻ, പെട്ടെന്ന് ഇവനെ പിടിച്ച് പുറത്താക്കുക എന്ന് പറയുന്നു. ഉടനെ തന്നെ കപിലൻ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ പിടിച്ച് പുറത്താക്കണോ അതോ നീ സ്വയം പുറത്തു പോകുന്നോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, സർ വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ജീവിതകാലം മുഴുവൻ നീ എന്നെ വെറുക്കുന്നോ വേദ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, ജീവിതകാലം മുഴുവൻ മാത്രമല്ല, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തുകൂടി ഞാൻ നിന്നെ വെറുക്കുമെന്ന് വേദ ഒരു ദാക്ഷിണ്യമില്ലാതെ വിക്രമിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്രമിന് വളരെ വിഷമം തോന്നുന്നുണ്ട്. വേദയുടെ മുഖത്തേക്കൊന്ന് നോക്കി പതിയെ വിക്രം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു.
വേദ പെട്ടെന്ന് സുഡർമോളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സുഡർമോളാണെങ്കിൽ ഭയന്നുകൊണ്ട് നമ്മുടെ വിജിയുടെ പുറകിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് വേദ മോളെ പിടിച്ച് ബെഡിലിരുത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സുഡർ, നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതനുസരിക്കാതെ ഊരു ചുറ്റമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ ആ ഒരു സ്ത്രീ ഇല്ലായിരുന്നു എങ്കിൽ നീ വലിയൊരു അപകടത്തിൽ പെട്ടേനെ. നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല ബോധവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സോറി വേദ, സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാലം നീ എന്നോട് നുണ പറഞ്ഞല്ലേ? വിജി ചേച്ചിയും നീയും കൂടെ അവനെ വിളിക്കുകയും അവൻ്റെ കൂടെ പോവുകയും പാർക്കിലും ഒക്കെ ചുറ്റിക്കറങ്ങി വരികയൊക്കെ ചെയ്തിരുന്നത് ഞാനൊന്നും അറിയുന്നില്ലെന്നാണ് നീ വിചാരിച്ചത്. പിന്നെ ഇനി മേലാൽ അവനെ വിളിച്ച് കഥ കേൾക്കണമെന്നോ അവനെ കാണണമെന്നോ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഇനി എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുന്നുണ്ട് വേദ. വേദ മധുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഗ്രാമത്തിൽ തന്നെയുള്ള സ്ത്രീയാണോ? ഇത് കേട്ട് മധു പാവത്താനെ പോലെ അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, ഞാൻ ആ ഗ്രാമത്തിൽ തന്നെ ജനിച്ച് വളർന്നതാണ്. അവിടെ പന്നിയും പുലിയും ആനയും എല്ലാം വരുന്ന ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ ജീവിക്കാൻ പേടിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവിടെ ജീവിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ ഒന്ന് ചിന്തിക്കുന്നുണ്ട് ഒരു നിമിഷം. എന്നിട്ട് മധുവിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്ത് ഞാനൊരു ജോലി നിങ്ങൾക്ക് ശരിയാക്കി തരട്ടെ? അത് കേട്ടതും അവർക്ക് കുറച്ച് ഉന്മേഷം വരുന്നത് പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഓക്കെ മാഡം, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എവിടെയാണ് താമസിക്കുക എന്ന് മധു ചോദിക്കുമ്പോൾ വേദ ഒട്ടും കൂസലില്ലാതെ പറയുന്നുണ്ട്, ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. വേദ പെട്ടെന്ന് പറയുന്നുണ്ട്, അതിനെന്താ, ഇവിടെ താമസിച്ചോളൂ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്താ, വല്ല പ്രശ്നവുമുണ്ടോ എന്ന് വേദ വീണ്ടും ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് അവർ പറയുന്നുണ്ട്, അത് മാഡം, ഇത് വലിയൊരു വീടല്ലേ, ഞാൻ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? ഇത് കേട്ടിട്ട് വേദയും പറയുന്നുണ്ട്, അതിനെന്താ, വീട് വലുതാണെങ്കിലും ഒരു റൂമിൽ താമസിക്കുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മാഡം, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇവിടെ താമസിച്ചോളാം എന്നവർ പറയുന്നുണ്ട്. ഉടനെ തന്നെ വിജി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഇത് വിജി ചേച്ചി, എൻ്റെ വീട്ടിലെ എല്ലാമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ താമസിക്കണം, ഏത് റൂമിൽ താമസിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഇവർ പറഞ്ഞു തരുമെന്ന് പറയുന്നു. അങ്ങനെ വിജി മധുവിനെ കൂട്ടി തൻ്റെ വീട്ടിലെ ഒരു റൂമിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇതാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള റൂം. ഇനി ഇവിടെ എന്താണ് ജോലി എന്നുള്ളത് ഞാൻ വേദിയോട് ചോദിച്ചതിന് ശേഷം നിങ്ങളോട് പറയാമെന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് വിജി അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. ഉടനെ മധു റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്യാണ്. എന്നിട്ട് കൺമണിയെ വിളിക്കുന്നുണ്ട്. കൺമണി, നീ പറഞ്ഞതുപോലെ ഞാൻ വേദയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വേദ എന്നെ വിശ്വസിച്ച് ഒരു റൂമൊക്കെ തന്നി എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്, താമസിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഇത് കേട്ടതും കൺമണിക്ക് വളരെ സന്തോഷമാണ്. ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുകയാണ് കൺമണി. അങ്ങനെ ചിരിച്ചുകൊണ്ട് മധുവിനോട് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് വേദയ്ക്ക് അപകടം പറ്റുമ്പോൾ നീ രക്ഷിക്കുന്നു. അങ്ങനെ വേദ നിന്നെയും കൊണ്ട് ഒരു രക്ഷകയായി കണക്കാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. പക്ഷേ തക്ക സമയത്ത് അവളുടെ മകൾ ഈ പ്ലാനിൽ ഉൾപ്പെടുകയും മകളെ നീ രക്ഷിക്കുന്നത് പോലെ അഭിനയിച്ചപ്പോൾ അവൾ അത് വിശ്വസിക്കുകയും നിന്നെ ഇനി അവൾ എന്നും ഒരു രക്ഷകയായി, അതായത് തൻ്റെ മകളെ രക്ഷിച്ച കടം നിന്നോട് തീർക്കാൻ വേണ്ടി അവൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്നെ അവൾ ഒരുപാട് കാലത്തേക്ക് നന്നായി വിശ്വസിക്കുകയും ചെയ്യും. ഒരിക്കലും നിന്നെ അവൾ ഉപേക്ഷിക്കില്ല എന്ന് പറയുകയാണ് കൺമണി. ഇത് കേട്ട് മധുവും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കും അങ്ങനെ തോന്നുന്നു. എന്തായാലും ഞാൻ ഇനി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വിക്രം വീടിന് പുറത്തിറങ്ങിയതും റോട്ടിൽ നിന്ന് വീടിന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് വിജി മോളെയും കൊണ്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. വിക്രം മോൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ്. മോൾ തിരിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ താഴെ നിന്നും വിളിക്കുന്നുണ്ട്, വിജി ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ദേ വരുന്നു വേദ എന്ന് പറഞ്ഞുകൊണ്ട് മോളെയും കൂട്ടി വിക്രമിനായിട്ട് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവുകയാണ് വിജി. വിക്രം അങ്ങനെ മോളോട് യാത്ര പറഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിൽ വെച്ച് എപ്പോഴും വിക്രമിൻ്റെ ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്ന ആ സ്വാമിജിയെ കണ്ടുമുട്ടുകയാണ്. വിക്രമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ വിഷമിച്ചല്ലേ പോകുന്നത്? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ നിസ്സാരമായി എടുക്കുമെങ്കിലും അതെല്ലാം നടക്കാറില്ലേ? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ടാണ് നിങ്ങളൊന്നും ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാത്തത്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ടതും ആ സ്വാമിജി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൾക്ക്,
അതായത് ഈ ലോകം തന്നെ അവരാണെന്ന് വിശ്വസിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം അവരാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു ആൾക്ക്, നിനക്ക് പ്രിയപ്പെട്ട ആൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു, വലിയൊരു ആപത്തെന്ന് പറയുന്നു. ഇത് കേട്ടതും ഒന്ന് സംശയിച്ച് നിന്ന് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ അമ്മയ്ക്കാണോ ആപത്ത് വരുന്നത്? അത് കേട്ടതും ആ സ്വാമിജി ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്കോ? നിൻ്റെ അമ്മയാണോ നിനക്ക് പ്രിയപ്പെട്ടവൾ? അത്രമേൽ പ്രിയപ്പെട്ടവൾ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഒന്നും അവനക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് വിക്രം നിൽക്കുന്നത്. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒന്ന് വ്യക്തമാക്കി പറയാമോ സ്വാമിജി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കേട്ടതും സ്വാമിജി പറയുന്നുണ്ട്, വളരെ ചിന്തിച്ചു നോക്കൂ. എല്ലാം പറയുന്നതെങ്കിൽ എന്തിനാണ് ദൈവം? നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിനക്ക് തന്നെ ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാമിജി പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട്. പെട്ടെന്ന് വിക്രം ചിന്തിക്കുന്നുണ്ട്, അമ്മയ്ക്കാണോ അതോ വേദയ്ക്കാണോ സുഡർമോൾക്കാണോ ആർക്കാണ് ആപത്ത് വരാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വിക്രം. രാത്രിയായതും സുഡർമോള് വിജിയോടൊപ്പം കിടന്നുറങ്ങുന്നുണ്ട്. ഒന്നുറങ്ങിയതിന് ശേഷം മോൾ എഴുന്നേറ്റ് വിജിയെ തട്ടി വിളിക്കുകയാണ്. പെട്ടെന്ന് വിജി അങ്ങ് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ സുഡർ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു വിജിയമ്മേ, എന്തെങ്കിലും താ. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ വിചാരിച്ചു, ഒരു ഹാഫ് ചപ്പാത്തി മാത്രമല്ലേ നീ കഴിച്ചുള്ളൂ. ഇനി ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. നീ ഇവിടെ ഇരിക്കെ, ഞാനൊരു ഗ്ലാസ് പാല് ചൂടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വേഗം എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുകയാണ് വിജി. ഉടനെ തന്നെ സുഡർ പറയുന്നുണ്ട്, വേണ്ട വിജയമ്മേ, എനിക്ക് പാല് വേണ്ട, എനിക്ക് ചോക്ലേറ്റ് മതി. ഇത് കേട്ടത് വിജി പറയുന്നുണ്ട്, ദേ മിണ്ടി പോകരുത്, വേദ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ചോക്ലേറ്റ് തരരുതെന്ന്. നീ വാശി പിടിച്ചാലും ചോക്ലേറ്റ് തരരുതെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചോക്ലേറ്റ് തരില്ല. നിനക്ക് ചപ്പാത്തി വേണോ? ഇനി വേണമെങ്കിൽ പാലും ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് വരാം. ഇത് കേട്ടതും സുഡർ പറയുന്നുണ്ട്, വേണ്ട വിജയമ്മേ, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ചോക്ലേറ്റ് കഴിക്കാനാണ് തോന്നുന്നത്. പ്ലീസ് വിജയമ്മേ, നമ്മുടെ വേദ അറിയാതെ തന്നാൽ മതി എന്ന് പറയുവാണ്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് സുഡറും വിജിയും കൂടി കിച്ചണിലേക്ക് ചെല്ലുന്നു. ഡോറ് തുറന്ന് പാലും ചോക്ലേറ്റും എടുക്കുകയാണ്. മോള് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്, നമ്മുടെ വിജി പാലെടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് തിരിഞ്ഞതും പെട്ടെന്ന് ഉമ്മറത്ത് നിൽക്കുന്ന മധുവിനെയാണ് കാണുന്നത്. പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് മധു. പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട് വിജി. ഓ, നീയായിരുന്നോ ചെമ്പകം എന്ന് ചോദിക്കുകയാണ്. വേദയോടും നമ്മുടെ വിജിയോടൊക്കെ മധു പറഞ്ഞിരിക്കുന്നത് തൻ്റെ പേര് ചെമ്പകം എന്നാണ്. അങ്ങനെ ചെമ്പകം നീ ആയിരുന്നോ? എന്ത് പറ്റി, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ചെമ്പകം ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താണ് ഈ നേരത്തെ ഇവിടെ? അത് മോൾക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾക്കൊരു ഗ്ലാസ് പാല് ചോക്ലേറ്റ് ഇട്ടുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കേട്ടിട്ടാണ് മധു പെട്ടെന്ന് മോളുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് കാണുന്നത്. അത് ശ്രദ്ധിച്ചതും മോളുടെ അടുത്തേക്ക് പതിയെ നിന്നുകൊണ്ട് ആ ചോക്ലേറ്റ് അങ്ങ് തട്ടിപ്പറിക്കുകയാണ്. വിജയ് അത്ഭുതത്തോടു കൂടി ചെമ്പകത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചെമ്പകം ഇത്? നീ എന്തിനാ മോളുടെ കയ്യിൽ നിന്നും ആ ചോക്ലേറ്റ് ഇങ്ങനെ വലിച്ചു വാങ്ങിയത്? ഇത് കേട്ടതും ചെമ്പകം പറയുന്നുണ്ട്, അത് ഒന്നുമല്ല, മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ മോൾക്ക് പനിയായിരുന്നു, സുഖമായിട്ട് അധികം ദിവസമായിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് തന്നെ മോൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പാടുണ്ടോ? അത് ആരോഗ്യത്തിന് വളരെ പ്രശ്നമായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ സംസാരം കേട്ട് വേദ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചെമ്പകം മധു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വേദ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതും. പെട്ടെന്ന് ചെമ്പകം മധുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ, മോളെ ഇങ്ങനെയാണോ ശ്രദ്ധിക്കേണ്ടത്? മോൾക്ക് അസുഖമായിട്ടിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ചോക്ലേറ്റും അവളുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. മക്കൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് പലതിനും വാശി പിടിക്കും. നമ്മൾ മുതിർന്നവരല്ലേ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത്. കൊടുക്കാൻ പാടുള്ള ഇത് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജിയാണെങ്കിൽ വളരെ അത്ഭുതത്തോടെ കൂടി എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാത്തതുപോലെയാണ് നമ്മുടെ വിജി ഇങ്ങനെ മധുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സുഡർമോൾ പറയുന്നുണ്ട്, വിജയമ്മേ കണ്ടോ, എൻ്റെ ചോക്ലേറ്റ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു, എനിക്ക് തരാൻ പറ. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, ചെമ്പകം മക്കളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മക്കളോട് ഇത്ര ക്രൂഡായി ഒന്നും പെരുമാറാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ചോക്ലേറ്റ് ഒന്നും അവൾക്ക് കൊടുക്കാറില്ല. ഇപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊടുത്തതാണ്, അതങ്ങ് മോൾക്ക് കൊടുത്തേക്ക്. ഇത് കേട്ടതും ചെമ്പകം പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് മക്കളെ വളർത്താൻ അറിയില്ല.
കുട്ടികളല്ലേ അങ്ങനെ പലതും വേണമെന്ന് പറയും. കുട്ടികളുടെ ശരീരത്തിന് പറ്റാത്ത വസ്തുക്കളൊന്നും അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പാടില്ല, അതും ഈ സമയത്ത്. മോളെ, ഈ ചോക്ലേറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല, നിന്റെ പല്ലെല്ലാം പുഴു തിന്നും. നീ ചെന്ന് പാല് കുടിച്ച് ഉറങ്ങാൻ നോക്ക്, ഇനി നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. ഇത് കേട്ടതും വിജി അങ്ങ് ഞെട്ടുവാണ്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത്രമാത്രം പറയാൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇവർ സംസാരിക്കുന്നത് എന്നുള്ള മട്ടിൽ വിജി ഇങ്ങനെ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ വിജി ചേച്ചി നിന്നെ നോക്കുന്നത് ശരിയല്ല, ഇനി മുതൽ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് അവരിങ്ങനെ പറയാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ വേദ നിന്ന് കേൾക്കുന്നുണ്ട്. സുഡർ വീണ്ടും ആ ചോക്ലേറ്റ് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നില്ല. ഇല്ല, ഞാൻ തരില്ല, നീ പാല് കുടിച്ച് ഉറങ്ങാൻ നോക്കെന്ന് പറയുന്നു. നിങ്ങൾ തരില്ലേ? എങ്കിലെനിക്ക് വേണ്ട നിങ്ങളുടെ ചോക്ലേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. പെട്ടെന്നാണ് വേദയുടെ മുന്നിൽ അങ്ങ് സുഡർ പെടുന്നത്. വേദയെ നോക്കുകയാണ്. വേദ കണ്ടില്ലേ, അവരെനിക്ക് ചോക്ലേറ്റ് തരുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട് സുഡർ. എന്നാൽ വേദ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് വയസ്സിന് മുതിർന്നവരോട് പെരുമാറുന്നത്, നീ അവരോട് സോറി പറ, ഞാനിവിടെ നടക്കുന്നതെല്ലാം കേട്ടു. പെട്ടെന്ന് സുഡർ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ സോറി പറയില്ല, അത് വിജിക്കാകെ വിഷമമായി. വിജി പറയുന്നുണ്ട്, മോളെ നീ അവരോട് സോറി പറഞ്ഞേക്ക്. ഇല്ല വിജയമ്മ, ഞാൻ സോറി പറയില്ല, എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമായിട്ടില്ല.